ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും 24 PSCയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ പഠിക്കാൻ പോകുന്നത് വരുന്ന പരീക്ഷകൾക്ക് പ്രതീക്ഷിക്കാവുന്ന വളരെ പ്രധാനപ്പെട്ട 50 കറണ്ട് അഫെയർ ചോദ്യങ്ങളാണ്. നമുക്ക് ആദ്യത്തെ ചോദ്യം നോക്കാം. 27 വർഷത്തെ പ്രവർത്തനത്തിനു ശേഷം അടുത്തിടെ സേവനം അവസാനിപ്പിച്ച ഇൻ്റർനെറ്റ് ബ്രൗസറാണ് ഇൻ്റർനെറ്റ് എക്സ്പ്ലോറർ. അപ്പോൾ 27 വർഷത്തെ പ്രവർത്തനത്തിന് ശേഷം അടുത്തിടെ സേവനം അവസാനിപ്പിച്ച ഇൻ്റർനെറ്റ് ബ്രൗസറാണ് ഏത്? ഇൻ്റർനെറ്റ് എക്സ്പ്ലോറർ. 27 വർഷത്തെ പ്രവർത്തനത്തിന് ശേഷം അടുത്തിടെ സേവനം അവസാനിപ്പിച്ച ഇൻ്റർനെറ്റ് ബ്രൗസറാണ് ഇൻ്റർനെറ്റ് എക്സ്പ്ലോറർ. 2024 പാരീസ് ഒളിമ്പിക്സിലെ ടെന്നീസ് പുരുഷ സിംഗിൾസിൽ സ്വർണ്ണ മെഡൽ നേടിയ താരമാണ് നൊവാക് ജോക്കോവിച്ച്. 2024 പാരീസ് ഒളിമ്പിക്സിലെ ടെന്നീസ് പുരുഷ സിംഗിൾസിൽ സ്വർണ്ണ മെഡൽ നേടിയ താരമാണ് ആര്? നൊവാക് ജോക്കോവിച്ച്. ഇപ്പോൾ 2024 പാരീസ് ഒളിമ്പിക്സിലെ ടെന്നീസ് പുരുഷ സിംഗിൾസിൽ സ്വർണ്ണ മെഡൽ നേടിയ താരമാണ് നൊവാക് ജോക്കോവിച്ച്. 2023 മിസ് ഇന്ത്യയായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ്? നന്ദിനി ഗുപ്ത. ഇപ്പോൾ 2023 മിസ് ഇന്ത്യയാണ് ആര്? നന്ദിനി ഗുപ്ത. 2023 മിസ് ഇന്ത്യയാണ് നന്ദിനി ഗുപ്ത. 2024 ആകെ എത്ര മലയാളികൾക്കാണ് പത്മ പുരസ്കാരം ലഭിച്ചത്? 2024 ആകെ എത്ര മലയാളികൾക്കാണ് പത്മ പുരസ്കാരം ലഭിച്ചത്? എത്രയാണ്? 8 പേർക്കാണ്. ഇപ്പോൾ 2024 ആകെ എത്ര മലയാളികൾക്കാണ് പത്മ പുരസ്കാരം ലഭിച്ചത്? 8 പേർക്ക്. 53ാമത് കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡിൻ്റെ ജൂറി ചെയർമാനാണ് ഗൗതം കോസോ. 53ാമത് കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡിൻ്റെ ജൂറി ചെയർമാനാണ് ആര്? ഗൗതം കോസോ. 53ാമത് കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡിൻ്റെ ജൂറി ചെയർമാനാണ് ഗൗതം കോസോ. ഇന്ത്യൻ വ്യോമസേനയുടെ അഭ്യാസമായ വായുശക്തി 2024 വേദിയാണ് പൊക്രാൻ. ഇന്ത്യൻ വ്യോമസേനയുടെ അഭ്യാസമായ വായുശക്തി 2024 വേദി എവിടെയാണ്? പൊക്രാൻ. ഇന്ത്യൻ വ്യോമസേനയുടെ അഭ്യാസമായ വായുശക്തി 2024 വേദിയാണ് പൊക്രാൻ. PSLVയുടെ 60ാമത് ദൗത്യമായ PSLV C-58. അപ്പോൾ നമ്മുടെ PSLVയുടെ 60ാമത് ദൗത്യം ഏതാണ്? PSLV C-58 വിക്ഷേപിച്ചതെന്നാണ്? 2024 ജനുവരി 1. PSLVയുടെ 60ാമത് ദൗത്യമായ PSLV C-58 വിക്ഷേപിച്ചതെന്നാണ്? 2024 ജനുവരി 1. 2023 സമാധാന നൊബേൽ പുരസ്കാര ജേതാവായ നർഗീസ് മുഹമ്മദിയുടെ സ്വദേശം എവിടെയാണ്? ഇറാനാണ് കേട്ടോ. നമ്മുടെ 2023 സമാധാന നൊബേൽ പുരസ്കാര ജേതാവാണ് ആര്? നർഗീസ് മുഹമ്മദി. നർഗീസ് മുഹമ്മദിയുടെ സ്വദേശം എവിടെയാണ്? ഇറാൻ. 2023 സമാധാന നൊബേൽ പുരസ്കാര ജേതാവായ നർഗീസ് മുഹമ്മദിയുടെ സ്വദേശമാണ് ഇറാൻ. KSEBിയുടെ പഴയ ലൈനുകളും പോസ്റ്റുകളും മാറ്റി സ്ഥാപിക്കാനുള്ള പദ്ധതിയാണ് ദ്യുതി. അപ്പോൾ KSEBിയുടെ പഴയ ലൈനുകളും പോസ്റ്റുകളും മാറ്റി സ്ഥാപിക്കാനുള്ള പദ്ധതി എന്താണ്? ദ്യുതി. കാരണം നമ്മൾ ഈ പോസ്റ്റ് ലൈനൊക്കെ സ്ഥാപിക്കുമ്പോഴേ നമുക്ക് വൈദ്യുതി കിട്ടുന്നത്. ആ വൈദ്യുതി ദ്യുതി കിട്ടൂലേ? ദ്യുതി. KSEBിയുടെ പഴയ ലൈനുകളും പോസ്റ്റുകളും മാറ്റി സ്ഥാപിക്കാനുള്ള പദ്ധതിയാണ് എന്ത്? ദ്യുതി. 2024 ആഗോള ലിംഗസമത്വ സൂചികയിൽ 1ാം സ്ഥാനത്തുള്ള രാജ്യമാണ് ഐസ്ലാൻഡ്. 2024 ആഗോള ലിംഗസമത്വ സൂചികയിൽ 1ാം സ്ഥാനത്തുള്ള രാജ്യമാണ് ഐസ്ലാൻഡ്. നമ്മുടെ 2024 ആഗോള ലിംഗസമത്വ സൂചികയിൽ 1ാം സ്ഥാനത്തുള്ള രാജ്യം ഏതാണ്? ഐസ്ലാൻഡ്. ജില്ലകളുടെ ഒരു തനത് ഉൽപ്പന്നത്തെ വൈവിധ്യങ്ങളോടെ ഉപഭോക്താക്കളിലേക്ക് എത്തിക്കുന്ന പ്രധാനമന്ത്രി ഏകതാ മാൾ ആരംഭിക്കുന്നത് കേരളത്തിൽ എവിടെയാണ്? ജില്ലകളുടെ ഒരു തനത് ഉൽപ്പന്നത്തെ വൈവിധ്യങ്ങളോടെ ഉപഭോക്താക്കളിലേക്ക് എത്തിക്കുന്ന പ്രധാനമന്ത്രി ഏകതാ മാൾ ആരംഭിക്കുന്നത് കേരളത്തിൽ എവിടെയാണ്? തിരുവനന്തപുരത്താണ്. ജില്ലകളുടെ ഒരു തനത് ഉൽപ്പന്നത്തെ വൈവിധ്യങ്ങളോടെ ഉപഭോക്താക്കളിലേക്ക് എത്തിക്കുന്ന പ്രധാനമന്ത്രി ഏകതാ മാൾ ആരംഭിക്കുന്നത് കേരളത്തിൽ എവിടെയാണ്? തിരുവനന്തപുരത്താണ്. പാൽക്കി ഫെസ്റ്റിവൽ ആഘോഷിക്കുന്നത് ഏത് സംസ്ഥാനത്താണ്? എവിടെയാണ്? മഹാരാഷ്ട്ര. അപ്പം പാൽക്കി ഫെസ്റ്റിവൽ ആഘോഷിക്കുന്നത് ഏത് സംസ്ഥാനമാണ്? മഹാരാഷ്ട്ര. പാൽക്കി ഫെസ്റ്റിവൽ ആഘോഷിക്കുന്ന സംസ്ഥാനമാണ് മഹാരാഷ്ട്ര. ഇന്ത്യയിലാദ്യമായി ആർട്ടിസ്റ്റ് ഡേറ്റ ബാങ്ക് പുറത്തിറക്കിയ സാംസ്കാരിക സ്ഥാപനമാണ് കേരള സംഗീത നാടക അക്കാദമി. ഇന്ത്യയിലാദ്യമായി ആർട്ടിസ്റ്റ് ഡേറ്റ ബാങ്ക് പുറത്തിറക്കിയ സാംസ്കാരിക സ്ഥാപനമാണ് കേരള സംഗീത നാടക അക്കാദമി. ഇന്ത്യയിലാദ്യമായി ആർട്ടിസ്റ്റ് ഡേറ്റ ബാങ്ക് പുറത്തിറക്കിയ സാംസ്കാരിക സ്ഥാപനമാണ് കേരള സംഗീത നാടക അക്കാദമി. 2023 കടമ്മനിട്ട രാമകൃഷ്ണൻ പുരസ്കാരത്തിന് അർഹനായതാരാണ്? പ്രഭാവർമ്മ. 2023 കടമ്മനിട്ട രാമകൃഷ്ണൻ പുരസ്കാരത്തിന് അർഹനായതാരാണ്? പ്രഭാവർമ്മ. അപ്പോൾ 2023 കടമ്മനിട്ട രാമകൃഷ്ണൻ പുരസ്കാരത്തിന് അർഹനായതാണ് പ്രഭാവർമ്മ.
2023 ഡിസംബറിൽ പ്രകാശനം ചെയ്ത കുടുംബശ്രീ ഡിജിറ്റൽ മാഗസീനാണ് മാതൃകം. അപ്പോൾ എന്താണ് മാതൃകം? 2023 ഡിസംബറിൽ പ്രകാശനം ചെയ്ത കുടുംബശ്രീ ഡിജിറ്റൽ മാഗസീനാണ് മാതൃകം. 2023 ഡിസംബറിൽ പ്രകാശനം ചെയ്ത കുടുംബശ്രീ ഡിജിറ്റൽ മാഗസീനാണ് മാതൃകം. 2023 ലോക എയ്ഡ്സ് ദിനത്തിൻ്റെ പ്രമേയമാണ് ലെറ്റ് കമ്മ്യൂണിറ്റീസ് ലീഡ്. ലെറ്റ് കമ്മ്യൂണിറ്റീസ് ലീഡ്. ഇപ്പോൾ എന്താണ് 2023 ലോക എയ്ഡ്സ് ദിനത്തിൻ്റെ പ്രമേയമാണ് ലെറ്റ് കമ്മ്യൂണിറ്റീസ് ലീഡ്. ലെറ്റ് കമ്മ്യൂണിറ്റീസ് ലീഡ്. 2023 പുറത്തിറങ്ങിയ കേരള സർക്കാർ ലോട്ടറിയുടെ ഭാഗ്യമുദ്രയാണ് പച്ചക്കുതിര. 2023 പുറത്തിറങ്ങിയ കേരള സർക്കാർ ലോട്ടറിയുടെ ഭാഗ്യമുദ്രയാണ് എന്ത്? പച്ചക്കുതിര. 2023 പുറത്തിറങ്ങിയ കേരള സർക്കാർ ലോട്ടറിയുടെ ഭാഗ്യമുദ്രയാണ് പച്ചക്കുതിര. വിമാനയാത്രയ്ക്കിടയിൽ കേസിൻ്റെ വിധി പ്രഖ്യാപിച്ച ഇന്ത്യയിലെ ആദ്യ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസാണ് DY ചന്ദ്രചൂഡ്. വിമാനയാത്രയ്ക്കിടയിൽ കേസിൻ്റെ വിധി പ്രഖ്യാപിച്ച ഇന്ത്യയിലെ ആദ്യ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസാണ് DY ചന്ദ്രചൂഡ്. വിമാനയാത്രയ്ക്കിടയിൽ കേസിൻ്റെ വിധി പ്രഖ്യാപിച്ച ഇന്ത്യയിലെ ആദ്യ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസാണ് DY ചന്ദ്രചൂഡ്. എത്രാമത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസാണ്? 50ാമതാണ്. നമ്മുടെ ഇന്ത്യയുടെ 50ാമത് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസാണ് DY ചന്ദ്രചൂഡ്. ഏറ്റവും വേഗത്തിൽ 100 കോടി കളക്ഷൻ ലഭിച്ച മലയാള സിനിമയാണ് ആടുജീവിതം. ഏറ്റവും വേഗത്തിൽ 100 കോടി കളക്ഷൻ ലഭിച്ച മലയാള സിനിമയാണ് ഏത്? ആടുജീവിതം. ഏറ്റവും വേഗത്തിൽ 100 കോടി കളക്ഷൻ ലഭിച്ച മലയാള സിനിമയാണ് ആടുജീവിതം. എന്നാൽ 200 കോടി കളക്ഷൻ നേടിയ ആദ്യ മലയാള ചിത്രം ഏതാണ്? മഞ്ഞുമൽ ബോയ്സ്. 200 കോടി കളക്ഷൻ നേടിയ ആദ്യ മലയാള ചിത്രമാണ് മഞ്ഞുമൽ ബോയ്സ്. എന്നാൽ ഏറ്റവും വേഗത്തിൽ 100 കോടി കളക്ഷൻ ലഭിച്ച സിനിമ ഏതാണ്? അത് ആടുജീവിതവും. 200 കോടി കളക്ഷൻ നേടിയ മലയാള സിനിമയാണ് മഞ്ഞുമൽ ബോയ്സും. ദക്ഷിണേഷ്യയിലെ ആദ്യ വയോജന സൗഹൃദ നഗരമായി അടുത്തിടെ ലോകാരോഗ്യ സംഘടന പ്രഖ്യാപിച്ച നഗരമാണ് കൊച്ചി. ദക്ഷിണേഷ്യയിലെ ആദ്യ വയോജന സൗഹൃദ നഗരമായി അടുത്തിടെ ലോകാരോഗ്യ സംഘടന പ്രഖ്യാപിച്ച നഗരമാണ് ഏത്? കൊച്ചി. ദക്ഷിണേഷ്യയിലെ ആദ്യ വയോജന സൗഹൃദ നഗരമായി അടുത്തിടെ ലോകാരോഗ്യ സംഘടന പ്രഖ്യാപിച്ച നഗരമാണ് കൊച്ചി. ആരുടെ ആത്മകഥയാണ് അതിജീവനം? ആരുടേതാണ്? വിശ്വാസ് മേത്ത. നമ്മുടെ വിശ്വാസ് മേത്തയുടെ ആത്മകഥയാണ് അതിജീവനം. അപ്പം അതിജീവനം ആരുടെ ആത്മകഥയാണ്? വിശ്വാസ് മേത്ത. ആദിവാസി വിഭാഗത്തിൽ നിന്നും സിവിൽ ജഡ്ജിയായ ആദ്യ വനിതയാണ് ശ്രീപതി. ആദിവാസി വിഭാഗത്തിൽ നിന്നും സിവിൽ ജഡ്ജിയായ ആദ്യ വനിതയാണ് ആര്? ശ്രീപതി. ആദിവാസി വിഭാഗത്തിൽ നിന്നും സിവിൽ ജഡ്ജിയായ ആദ്യ വനിതയാണ് ശ്രീപതി. 16ാമത് ധനകാര്യ കമ്മീഷൻ അംഗമായ മലയാളിയാണ് ആനി ജോർജ്. 16ാമത് ധനകാര്യ കമ്മീഷൻ അംഗമായ മലയാളിയാണ് ആര്? ആനി ജോർജ്. അപ്പോൾ നമ്മുടെ 16ാമത് ധനകാര്യ കമ്മീഷൻ അംഗമായ മലയാളിയാണ് ആനി ജോർജ്. കേന്ദ്ര തുറമുഖ വകുപ്പ് മന്ത്രിയാണ് സർബാനന്ദ സോനോവാൾ. കേന്ദ്ര തുറമുഖ വകുപ്പ് മന്ത്രിയാണ് ആര്? സർബാനന്ദ സോനോവാൾ. കേന്ദ്ര തുറമുഖ വകുപ്പ് മന്ത്രിയാണ് സർബാനന്ദ സോനോവാൾ. ടു ലീവ് നോ വൺ ബിഹൈൻഡ് കൗണ്ട് എവരി വൺ എന്നത് 2024 ഏത് ദിനവുമായി ബന്ധപ്പെട്ടതാണ്? ടു ലീവ് നോ വൺ ബിഹൈൻഡ് കൗണ്ട് എവരി വൺ എന്നത് 2024 ഏത് ദിനവുമായി ബന്ധപ്പെട്ടതാണ്? ലോക ജനസംഖ്യാ ദിനമാണ്. അപ്പോൾ ടു ലീവ് നോ വൺ ബിഹൈൻഡ് കൗണ്ട് എവരി വൺ എന്നത് 2024 ഏത് ദിനവുമായി ബന്ധപ്പെട്ടതാണ്? ലോക ജനസംഖ്യാ ദിനമാണ്. എന്നാണ് ലോക ജനസംഖ്യാ ദിനം? ജൂലൈ 11 കേട്ടോ. അതോടെ ഓർത്ത് വയ്ക്കണം. എന്നാണ് ലോക ജനസംഖ്യാ ദിനം? ജൂലൈ 11. 2024 ജൂലൈയിൽ രാജ്യാന്തര ബഹിരാകാശ നിലയത്തിൽ നിന്നും തത്സമയ വാർത്താ സമ്മേളനം നടത്തിയത് ആരാണ്? സുനിത വില്യംസ്. 2024 ജൂലൈയിൽ രാജ്യാന്തര ബഹിരാകാശ നിലയത്തിൽ നിന്നും തത്സമയം വാർത്താ സമ്മേളനം നടത്തിയത് ആരാണ്? സുനിത വില്യംസ്. എന്നാണ് 2024 ജൂലൈയിൽ രാജ്യാന്തര ബഹിരാകാശ നിലയത്തിൽ നിന്നും തത്സമയ വാർത്താ സമ്മേളനം നടത്തിയത് ആര്? സുനിത വില്യംസ്. 2024 ജൂലൈയിൽ ജാർഖണ്ഡ് മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തത് ആരാണ്? ഹേമന്ത് സോറൻ. അപ്പം നമ്മുടെ ജാർഖണ്ഡിലെ നിലവിലെ മുഖ്യമന്ത്രിയാണ് ആര്? ഹേമന്ത് സോറൻ. ജാർഖണ്ഡിലെ നിലവിലെ മുഖ്യമന്ത്രിയാണ് ഹേമന്ത് സോറൻ. മികച്ച മലയാള സാഹിത്യ കൃതിക്കുള്ള 2023 കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ച മലയാള നോവലിൻ്റെ ദേശകാലങ്ങൾ എന്ന കൃതി രചിച്ചത് ആരാണ്? EV രാമകൃഷ്ണൻ. മികച്ച മലയാള സാഹിത്യ കൃതിക്കുള്ള 2023 കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ച മലയാള നോവലിൻ്റെ ദേശകാലങ്ങൾ എന്ന കൃതി രചിച്ചത് ആരാണ്? EV രാമകൃഷ്ണൻ. മികച്ച മലയാള സാഹിത്യ കൃതിക്കുള്ള 2023 കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ച മലയാള നോവലിൻ്റെ ദേശകാലങ്ങൾ എന്ന കൃതി രചിച്ചത് ആരാണ്? EV രാമകൃഷ്ണൻ. 37ാമത് ദേശീയ ഗെയിംസിൽ ഏറ്റവും കൂടുതൽ മെഡൽ നേടി
ഓവറോൾ ചാമ്പ്യന്മാരായ സംസ്ഥാനമാണ് മഹാരാഷ്ട്ര. 37ാമത് ദേശീയ ഗെയിംസിൽ ഏറ്റവും കൂടുതൽ മെഡൽ നേടി ഓവറോൾ ചാമ്പ്യന്മാരായ സംസ്ഥാനമാണ് മഹാരാഷ്ട്ര. അപ്പോൾ നമ്മുടെ 37ാമത് ദേശീയ ഗെയിംസിൽ ഏറ്റവും കൂടുതൽ മെഡൽ നേടി ഓവറോൾ ചാമ്പ്യന്മാരായ സംസ്ഥാനം ഏതാണ്? മഹാരാഷ്ട്ര. 2 തവണ പാരാലിമ്പിക്സിന് വേദിയായ ആദ്യ നഗരമാണ് ടോക്കിയോ. 2 തവണ പാരാലിമ്പിക്സിന് വേദിയായ ആദ്യ നഗരം ഏതാണ്? ജപ്പാനിലെ ടോക്കിയോ ആണ്. 2 തവണ പാരാലിമ്പിക്സിന് വേദിയായ ആദ്യ നഗരമാണ് ടോക്കിയോ. ദേശീയ വിദ്യാഭ്യാസ നയം 2020 കരട് തയ്യാറാക്കാൻ രൂപീകരിച്ച കമ്മിറ്റിയുടെ തലവൻ ആരായിരുന്നു? ദേശീയ വിദ്യാഭ്യാസ നയം 2020 കരട് തയ്യാറാക്കാൻ രൂപീകരിച്ച കമ്മിറ്റിയുടെ തലവനാണ് കെ കസ്തൂരിരംഗൻ. ദേശീയ വിദ്യാഭ്യാസ നയം 2020 കരട് തയ്യാറാക്കാൻ രൂപീകരിച്ച കമ്മിറ്റിയുടെ തലവനാണ് കെ കസ്തൂരിരംഗൻ. ചന്ദ്രയാൻ 3 റോവറിൻ്റെ പേരെന്തായിരുന്നു? പ്രഗ്യാൻ. ചന്ദ്രയാൻ 3 റോവറിൻ്റെ പേരെന്താണ്? പ്രഗ്യാൻ. ചന്ദ്രയാൻ 3 റോവറിൻ്റെ പേരാണ് പ്രഗ്യാൻ. അടുത്തിടെ അന്തരിച്ച കേന്ദ്ര സംഗീത നാടക അക്കാദമി പുരസ്കാര ജേതാവായ വാഴയങ്കട വിജയൻ. അടുത്തിടെ അന്തരിച്ച കേന്ദ്ര സംഗീത നാടക അക്കാദമി പുരസ്കാര ജേതാവായ വാഴയങ്കട വിജയൻ ഏത് കലാരൂപവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? കഥകളി. അപ്പോൾ അടുത്തിടെ അന്തരിച്ച കേന്ദ്ര സംഗീത നാടക അക്കാദമി പുരസ്കാര ജേതാവാണ് വാഴയങ്കട വിജയൻ. അങ്ങനെ ഏത് കലാരൂപവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? കഥകളിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. 2024 വേൾഡ് ഹാപ്പിനെസ് റിപ്പോർട്ട് പ്രകാരം ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? 126. 2024 വേൾഡ് ഹാപ്പിനെസ് റിപ്പോർട്ട് പ്രകാരം ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? 126. ഇതൊക്കെ നമ്മൾ കോഡ് രൂപേണ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. 2024 അധികാരത്തിലെത്തിയ 3ാം നരേന്ദ്രമോദി മന്ത്രിസഭയിൽ എത്ര മലയാളികളാണ് മന്ത്രിമാരായി ഉള്ളത്? 2024 അധികാരത്തിലെത്തിയ 3ാം നരേന്ദ്രമോദി മന്ത്രിസഭയിൽ എത്ര മലയാളികളാണ് മന്ത്രിമാരായിട്ടുള്ളത്? 2 പേര്. 2024 അധികാരത്തിലെത്തിയ 3ാം നരേന്ദ്രമോദി മന്ത്രിസഭയിൽ എത്ര മലയാളികളാണ് മന്ത്രിമാരായുള്ളത്? 2 പേര്. ആന്ധ്രാപ്രദേശിലെ വിജയവാഡയിൽ സ്ഥാപിച്ച സ്റ്റാച്യു ഓഫ് സോഷ്യൽ ജസ്റ്റിസ് ആരുടെ ലോകത്തിലെ ഏറ്റവും വലിയ പ്രതിമയാണ്? ഡോക്ടർ BR അംബേദ്കറുടെയാണ്. അപ്പോൾ ആന്ധ്രാപ്രദേശിലെ വിജയവാഡയിൽ സ്ഥാപിച്ച സ്റ്റാച്യു ഓഫ് സോഷ്യൽ ജസ്റ്റിസ് ആരുടെ ലോകത്തിലെ ഏറ്റവും വലിയ പ്രതിമയാണ്? ഡോക്ടർ BR അംബേദ്കർ. ആന്ധ്രാപ്രദേശിലെ വിജയവാഡയിൽ സ്ഥാപിച്ച സ്റ്റാച്യു ഓഫ് സോഷ്യൽ ജസ്റ്റിസ് ആരുടെ ലോകത്തിലെ ഏറ്റവും വലിയ പ്രതിമയാണ്? BR അംബേദ്കർ. 2024 മരണാനന്തരം ഭാരതരത്ന ലഭിച്ച കർപ്പൂരി ഠാക്കൂർ ഏത് സംസ്ഥാനത്തിൻ്റെയാണ് കേട്ടോ? ഏത് സംസ്ഥാനത്തിൻ്റെ മുൻ മുഖ്യമന്ത്രിയാണ്? ബീഹാർ. അപ്പോൾ 2024 മരണാനന്തരം ഭാരതരത്ന ലഭിച്ച കർപ്പൂരി ഠാക്കൂർ ഏത് സംസ്ഥാനത്തിൻ്റെ മുൻ മുഖ്യമന്ത്രിയാണ്? ബീഹാർ. 2024 മരണാനന്തര ഭാരതരത്ന ലഭിച്ച കർപ്പൂരി ഠാക്കൂർ ഏത് സംസ്ഥാനത്തിൻ്റെ മുൻ മുഖ്യമന്ത്രിയാണ്? ബീഹാർ. ഇന്ത്യയിലെ പരമോന്നത ചലച്ചിത്ര ബഹുമതിയായ ദാദാ സാഹിബ് ഫാൽക്കെ പുരസ്കാരത്തിൻ്റെ അവാർഡ് തുക എത്രയായാണ് വർദ്ധിപ്പിച്ചത്? എത്രയാണ്? 15 ലക്ഷം രൂപ. ഇന്ത്യയിലെ പരമോന്നത ചലച്ചിത്ര ബഹുമതിയായ ദാദാ സാഹിബ് ഫാൽക്കെ പുരസ്കാരത്തിൻ്റെ അവാർഡ് തുക എത്രയാണ് വർദ്ധിപ്പിച്ചത്? 15 ലക്ഷം രൂപ. അടുത്തിടെ വാർത്തകളിൽ ഇടം നേടിയ കച്ചത്തീവ് ദ്വീപ് ഏത് രാജ്യത്തിൻ്റെ ഭാഗമാണ്? അപ്പോൾ അടുത്തിടെ വാർത്തകളിൽ ഇടം നേടിയ ദ്വീപാണ് കച്ചത്തീവ് ദ്വീപ്. അത് ഏത് രാജ്യത്തിൻ്റെ ഭാഗമാണ്? ശ്രീലങ്കയുടെ ഭാഗമാണ് കേട്ടോ. അടുത്തിടെ വാർത്തകളിൽ ഇടം നേടിയ കച്ചത്തീവ് ദ്വീപ് ഏത് രാജ്യത്തിൻ്റെ ഭാഗമാണ്? ശ്രീലങ്ക. മുൻ കേന്ദ്ര പ്രതിരോധ മന്ത്രിയായിരുന്ന മനോഹർ പരീക്കറുടെ പേരിൽ നാമകരണം ചെയ്യപ്പെട്ട മോപ്പ വിമാനത്താവളം ഏത് സംസ്ഥാനത്താണ്? ഗോവ. മുൻ കേന്ദ്ര പ്രതിരോധ മന്ത്രിയായിരുന്ന മനോഹർ പരീക്കറുടെ പേരിൽ നാമകരണം ചെയ്യപ്പെട്ട മോപ്പ വിമാനത്താവളം ഏത് സംസ്ഥാനത്താണ്? ഗോവ. അപ്പോൾ നമ്മുടെ മോപ്പ വിമാനത്താവളം ഏത് സംസ്ഥാനമാണ്? ഗോവ. അറബിക്കടലിൻ്റെ മുകളിൽ അടുത്തിടെ നടത്തിയ ഡെസേർട്ട് നൈറ്റ് എന്ന സംയുക്ത വ്യോമ അഭ്യാസത്തിൽ ഇന്ത്യക്കൊപ്പം പങ്കാളികളായ രാജ്യങ്ങൾ ഏതെല്ലാം? അറബിക്കടലിൻ്റെ മുകളിൽ അടുത്തിടെ നടത്തിയ ഡെസേർട്ട് നൈറ്റ് എന്ന സംയുക്ത വ്യോമ അഭ്യാസത്തിൽ ഇന്ത്യക്കൊപ്പം പങ്കാളികളായ രാജ്യങ്ങളാണ് ഫ്രാൻസും യു എയും. അപ്പോൾ അറബിക്കടലിൻ്റെ മുകളിൽ അടുത്തിടെ നടത്തിയ ഡെസേർട്ട് നൈറ്റ് എന്ന സംയുക്ത വ്യോമ അഭ്യാസത്തിൽ ഇന്ത്യക്കൊപ്പം പങ്കാളികളായ രാജ്യങ്ങൾ ഏതൊക്കെയാണ്? ഫ്രാൻസും യു എയുമാണ്. കേരളത്തിൽ തെരുവുനായ ആക്രമണത്തിൽ ഇരയായവർക്ക് നഷ്ടപരിഹാരം നൽകുന്നതിനെക്കുറിച്ച് പഠിക്കാൻ സുപ്രീം കോടതി നിയമിച്ച കമ്മീഷനാണ് ജസ്റ്റിസ് സിരി ജഗൻ കമ്മിറ്റി. അപ്പോൾ കേരളത്തിൽ തെരുവുനായ ആക്രമണത്തിൽ ഇരയായവർക്കും നഷ്ടപരിഹാരം നൽകുന്നതിനെക്കുറിച്ച് പഠിക്കാൻ സുപ്രീം കോടതി നിയമിച്ച കമ്മീഷൻ ഏതാണ്? ജസ്റ്റിസ് സിരി ജഗൻ കമ്മിറ്റി. അപ്പോൾ നമ്മൾ ഈ തെരുവുനായ കടിക്കാൻ വരുമ്പോൾ നമ്മൾ ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരുന്ന് അങ്ങനെ കണക്ട് ചെയ്യാം കേട്ടോ. ജസ്റ്റിസ് സിരി ജഗൻ കമ്മിറ്റി. അപ്പോൾ കേരളത്തിൽ തെരുവുനായ ആക്രമണത്തിൽ ഇരയായവർക്ക്
നഷ്ടപരിഹാരം നൽകുന്നതിനെക്കുറിച്ച് പഠിക്കാൻ സുപ്രീം കോടതി നിയമിച്ച കമ്മീഷൻ ഏതാണ്? ജസ്റ്റിസ് സിരി ജഗൻ കമ്മിറ്റി. 2023-24 സീസണിലെ രഞ്ജി ട്രോഫി ജേതാക്കളാണ് മുംബൈ. 2023-24 സീസണിലെ രഞ്ജി ട്രോഫി ജേതാക്കളാരാണ്? മുംബൈ. 2023-24 സീസണിലെ രഞ്ജി ട്രോഫി ജേതാക്കളാണ് മുംബൈ. അടുത്തിടെ അന്തരിച്ച പത്മഭൂഷൺ ജേതാവ് കനകർ റെലെ ഏത് നൃത്തമേഖലയിലാണ് പ്രശസ്തയായിരുന്നത്? അപ്പോൾ അടുത്തിടെ അന്തരിച്ച പത്മഭൂഷൺ ജേതാവ് കനകർ റെലെ ഏത് നൃത്തമേഖലയാണ് പ്രശസ്തയായിരുന്നത്? മോഹിനിയാട്ടം. അടുത്തിടെ അന്തരിച്ച പത്മഭൂഷൺ ജേതാവ് കനകർ റെലെ ഏത് നൃത്തമേഖലയിലാണ് പ്രശസ്തയായിരുന്നത്? മോഹിനിയാട്ടം. ഇന്ത്യയിലെ ഏത് സംസ്ഥാന നിയമസഭയിലേക്ക് 2023 നടന്ന തിരഞ്ഞെടുപ്പിലാണ് ചരിത്രത്തിലാദ്യമായി വനിതകൾ നിയമസഭാ അംഗങ്ങളായി തിരഞ്ഞെടുക്കപ്പെട്ടത്? ഇന്ത്യയിലെ ഏത് സംസ്ഥാന നിയമസഭയിലേക്ക് 2023 നടന്ന തിരഞ്ഞെടുപ്പിലാണ് ചരിത്രത്തിലാദ്യമായി വനിതകൾ നിയമസഭാ അംഗങ്ങളായി തിരഞ്ഞെടുക്കപ്പെട്ടത്? ആൻസർ ഏതാണ്? നാഗാലാൻഡ്. അപ്പോൾ ഇന്ത്യയിൽ ഏത് സംസ്ഥാന നിയമസഭയിലേക്ക് 2023 നടന്ന തിരഞ്ഞെടുപ്പിലാണ് ചരിത്രത്തിലാദ്യമായി വനിതകൾ നിയമസഭാ അംഗങ്ങളായി തിരഞ്ഞെടുക്കപ്പെട്ടത്? നാഗാലാൻഡ്. അടുത്തിടെ ഭൗമസൂചിക പദവി ലഭിച്ച കർണാടകയിൽ നിന്നുള്ള കാരി ഇഷാദ് ഏത് കാർഷിക വിള ഇനമാണ്? മാങ്ങ. അടുത്തിടെ ഭൗമസൂചിക പദവി ലഭിച്ച കർണാടകയിൽ നിന്നുള്ള കാരി ഇഷാദ് ഏത് കാർഷിക വിള ഇനമാണ്? മാങ്ങ. മലയാളിയായ മിന്നുമണി ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഏതാണ്? ക്രിക്കറ്റ്. മലയാളിയായ മിന്നുമണി ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ക്രിക്കറ്റ്. പാരീസ് ഒളിമ്പിക്സിൻ്റെ മെഡൽ പട്ടികയിൽ 1ാം സ്ഥാനം നേടിയ രാജ്യമാണ് USA. പാരീസ് ഒളിമ്പിക്സിൻ്റെ മെഡൽ പട്ടികയിൽ 1ാം സ്ഥാനം നേടിയ രാജ്യം ഏതാണ്? USA. പാരീസ് ഒളിമ്പിക്സിൻ്റെ മെഡൽ പട്ടികയിൽ 1ാം സ്ഥാനം നേടിയ രാജ്യമാണ് USA. 2 ഒളിമ്പിക്സ് മെഡലുകൾ നേടുന്ന ആദ്യ മലയാളി താരമാണ് PR ശ്രീജേഷ്. 2 ഒളിമ്പിക്സ് മെഡലുകൾ നേടുന്ന ആദ്യ മലയാളി താരമാണ് ആര്? PR ശ്രീജേഷ്. അപ്പോൾ നമ്മൾ ഇന്ന് ഇത്രയും കാര്യങ്ങളാണ് പഠിക്കുന്നത്. ക്ലാസ് ഇഷ്ടമായവർ ലൈക്ക് ചെയ്യുക. അതുപോലുള്ള ഇതുപോലുള്ള കൂടുതൽ ക്ലാസ്സുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.